ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യുന്ന ക്വിസ് പ്രോഗ്രാമിന് ഇത് വളരെയധികം ഉപകാരപ്രദമാകും. അപ്പോൾ UP ലെവലും അതുപോലെ തന്നെ ഹൈസ്കൂൾ ലെവലും ഹയർ സെക്കൻഡറി ലെവലും എല്ലാ ലെവലിലുമുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് റിപ്പബ്ലിക് ദിനം എന്ന് ആദ്യം നോക്കാം. എന്താണ്? 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ഭരണഘടന അംഗീകരിച്ചു. 1950 ജനുവരി 26 ഇത് പ്രാബല്യത്തിൽ വന്നത്. ഈ ദിനമാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് ആചരിക്കുന്നത്. അഥവാ എന്നാണോ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് ആ ഒരു ദിവസത്തിന്റെ ഓർമ്മക്കായിട്ടാണ് നമ്മൾ റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നത്. ഓക്കെ, അതുമാത്രമല്ല ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ലിഖിത ഭരണഘടന എന്ന് പറഞ്ഞാൽ എഴുതിയ ഭരണഘടന. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ്? ജനുവരി 26. എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്? എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്? 2 വർഷം 11 മാസം 18 ദിവസം. ഓക്കെ, 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് എടുത്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അഥവാ കോൺസ്റ്റിറ്റ്യൂഷന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്? ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, ഡോക്ടർ BR അംബേദ്കർ. ഇനി റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത്? ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യയുടെ ദേശീയ മുദ്ര എന്ന് പറയുന്നത് സിംഹമുദ്ര അഥവാ അശോക സ്തംഭമാണ്. സിംഹമുദ്ര അഥവാ അശോക സ്തംഭം. 7ാമത്തെ ചോദ്യം, റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? രാഷ്ട്രപതി ഭവനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇനി 8, ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി എന്ന് പറയുന്നത് ഭാരതരത്നമാണ്. ഭാരതരത്നം. 9, ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആര്? ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് അഥവാ 1950 ജനുവരി 25 അന്തരിച്ച നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപു. ഡോക്ടർ പൽപു. 10, രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. 11, ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? വന്ദേ മാതരമാണ്. വന്ദേ മാതരം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ. ഡോക്ടർ S രാധാകൃഷ്ണൻ. 13, ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം. നമുക്കറിയാം ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? അത് പാടാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 22 സെക്കൻഡാണ്. ഇനി ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം. ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങയാണ്. ഭരണഘടനാ ദിനം എന്നറിയപ്പെടുന്നത് നവംബർ 26 ഓക്കെ, ആക്ച്വലി റിപ്പബ്ലിക് ദിനം എന്ന് പറയുന്നത് ജനുവരി 26 ഭരണഘടന തയ്യാറായത് നവംബർ 26 അതുകൊണ്ട് ഭരണഘടനാ ദിനം എന്നറിയപ്പെടുന്നത് നവംബർ 26. ഇനി 18ാമത്തെ ചോദ്യം, ദേശീയ പതാകയിലെ വെള്ള നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? വെള്ള നിറം നമുക്കറിയാം. ദേശീയ പതാക എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സാഫ്രോൺ, വൈറ്റ് ആൻഡ് ഗ്രീൻ. അതിലെ ആ വൈറ്റിലുള്ളതാണ് നമ്മുടെ നീല കളർ അല്ലെ, അശോകസ്തംഭം എന്ന് പറയുന്നത്. അപ്പോൾ വെള്ള നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സത്യവും സമാധാനവുമാണ്. സത്യവും സമാധാനവും. ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ്. ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഖാദി തുണിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയുടെ പേര് ആരാണ്? രാംനാഥ് കോവിന്ദാണ്. പക്ഷെ അത് കഴിഞ്ഞ വർഷത്തെ ആയിരുന്നു. ഈ വർഷം ആരാണ്? നമുക്കറിയാം, ദ്രൗപദി മുർമു ആണ് അല്ലേ. ഇനി 22, ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിതമായി ഒരു പരമോന്നത റിപ്പബ്ലിക് ആയത് എന്നാണ്? 1950 ജനുവരി 26 ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് വർഷം 1950 ജനുവരി 26. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും 1947 മുതൽ 50 വരെയുള്ള കൈമാറ്റ കാലയളവിൽ ആരായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ? ജോർജ് 4 ഓക്കെ, അതുവരെ നമുക്ക് ഭരണഘടന നിലവിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ജോർജ് 4 അതുവരെ ഇന്ത്യയുടെ ഭരണത്തലവൻ എന്ന് പറയുന്നത്. ഇനി
1950 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവ് ആര്? രാഷ്ട്രപതിയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവ് എന്ന് പറയുന്നത്. ഇനി 72ാമത് റിപ്പബ്ലിക് ദിന ചടങ്ങിൽ ഇന്ത്യയുടെ പ്രധാന അതിഥി എന്ന് പറയുന്നത് സുരിനാം പ്രസിഡന്റ് ചന്ദ്രിക ബെർസാദ് സന്തോഖി ആയിരുന്നു. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ബിംഗലി വെങ്കയ്യയാണ്. ഓക്കെ, ഇനി 29 ഏത് ചക്രവർത്തിയുടെ കാലത്താണ് രാഷ്ട്രീയ സ്തംഭത്തിൽ നിന്നും കടം കൊണ്ടതാണ് അശോകമുദ്ര അഥവാ അശോക സ്തംഭം എന്ന് പറയുന്നത്? ഏത് ചക്രവർത്തിയുടെ കാലത്ത് സൃഷ്ടിച്ച ഒരു സ്തംഭമാണ് അത് എന്നാണ് ചോദ്യം. അശോക ചക്രവർത്തിയുടെ കാലത്താണ് ഈ ഒരു അശോകമുദ്രയുടെ അഥവാ അശോക സ്തംഭം സ്ഥാപിച്ചത്. അതിൽ നിന്നുമാണ് അത് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. ഇനി മുണ്ടകോപനിഷത്തിലെ സത്യമേവ ജയതേ, സത്യം എപ്പോഴും ജയിക്കട്ടെ എന്ന വാക്യം ഏത് ലിപിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അത് ദേവനാഗരി ലിപിയിലാണ്. ദേവനാഗരി ലിപിയിൽ. ഇനി ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ ഗാനം രവീന്ദ്രനാഥ ടാഗോർ. 32 ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം 1950 ജനുവരി 24 സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട വന്ദേ മാതരം എന്ന ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിംചന്ദ്ര ചാറ്റർജി. ഇനി സാരേ ജഹാൻ സെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത് കടുവയാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗത്തെ തിരഞ്ഞെടുത്ത വർഷം 1972 മയിലിനെ ദേശീയ പക്ഷിയായി തന്നെ തിരഞ്ഞെടുത്ത വർഷം 1964 ദേശീയ വൃക്ഷം എന്ന് പറയുന്നത് പേരാൽ. ഇനി ദേശീയ ജലജീവി എന്ന് പറയുന്നത് 2009 സുസു എന്ന ജലജീവി അഥവാ ഡോൾഫിൻ ആണ്. ഭാരതത്തിന്റെ ദേശീയ പഞ്ചാംഗം എന്ന് പറയുന്നത് ശകവർഷമാണ്. ശകവർഷത്തെ ദേശീയ പഞ്ചാംഗമാക്കിയത് 1957 മാർച്ച് 22 ഇനി ക്രിസ്തുവർഷം 72 ഭാരതത്തിന്റെ ദേശീയ പഞ്ചാംഗമായ ശകവർഷം തുടങ്ങിയത് ആരാണ്? കുഷാന രാജാവായിരുന്ന കനിഷ്കൻ. രാജ്യത്തിന്റെ തലവൻ എന്ന് പറയുന്നത് രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് ആണ്. സർക്കാരിന്റെ തലവൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി. ഇനി ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ആണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയായ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ റൈസീന കുന്നുകളിൽ. ഇനി രാഷ്ട്രപതി ഭവൻ രൂപകൽപ്പന ചെയ്തത് ആരാണ്? സർ എഡ്വിൻ ലുറ്റൻസ് ആണ്. ഇനി ചുവപ്പ് കോട്ട അഥവാ ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ഷാജഹാൻ ചക്രവർത്തിയാണ്. ഇപ്പോൾ നമ്മൾ 50 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.